അങ്ങനെ ട്രെയിനിൻ്റെ സ്റ്റേഷനിലേക്ക് വന്നു. ഇത് ചെന്നൈയിലെ ലോക്കൽ ട്രെയിൻസ് ആണ്. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, ഇത് ചെന്നൈ ലോക്കൽ ട്രെയിൻസ് ആണ്. അപ്പോൾ ട്രെയിൻ വന്നു, ഞാൻ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ ഒരു സീറ്റിലിരുന്നു. എന്നിട്ട് കാണേണ്ട കാഴ്ചകളാണ് ഇതിപ്പോൾ. എനിക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ സ്റ്റേഷനിലെത്തി. സ്റ്റേഷൻ ഏതാണെന്ന് ഇപ്പോൾ കാണിക്കാം. മാമ്പലം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് നിങ്ങൾ നേരത്തെ കണ്ട സ്റ്റെയർസ് കണ്ടോ, ആ സ്റ്റെയർസ് കയറി ഞാൻ നേരെ പോകുന്നത് പാണ്ഡ്യൻ സ്റ്റോഴ്സ്. ഇത് രംഗനാഥൻ സ്ട്രീറ്റിലുള്ള പാണ്ഡ്യൻ സ്റ്റോഴ്സ്. അപ്പോൾ ഈ കാണുന്നതാണ് രംഗനാഥൻ സ്ട്രീറ്റ്. ഫുൾ ഷോപ്സ് ആണ്, മൊത്തം കടകളാണ്, രണ്ട് സൈഡും കടകളാണ്. ഇത് നേരെ നടന്ന് ചെല്ലുന്ന നമ്മുടെ ടി നഗറിലേക്കാണ്. അപ്പോൾ ഞാൻ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി ആദ്യം തന്നെ എൻ്റെ കണ്ണിൽപ്പെട്ടത് റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ഫുൾ ഇയറിങ്സ് ആണ്. ചാന്ദലി, മീനാക്കാരി, ഹൂപ്സ്, സ്റ്റഡ്സ്, ക്ലസ്റ്റർ, ഡ്രോപ്സ്, ഗോൾഡ് പ്ലേറ്റഡ് സ്റ്റഡ്സ് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ട്രഡീഷണൽ ജുംക്ക, അങ്ങനെ ഒരു സെക്ഷൻ മൊത്തം അവിടെ ഇയറിങ്സ് ആണ്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതും ഇയറിങ്സ് തന്നെയാണ്. ഈ ഇയറിങ്സ് എന്താണെന്ന് വെച്ചാൽ റേറ്റ് കുറഞ്ഞിട്ടുള്ള, പ്രൈസ് നല്ലോണം റേറ്റ് കുറഞ്ഞിട്ടുള്ള ഇയറിങ്സ് ആണ് അവിടെ കാണുന്നത്. ഇതൊക്കെ ക്ലിപ്സ് ആണ്. ഹെയർ അക്സസറീസിൻ്റെ ഒരു സെക്ഷനിൽ പോയപ്പോൾ അവിടെ കണ്ടിട്ടുള്ള ക്ലിപ്സും സ്ലൈഡുകളും അതൊക്കെയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാൻ തന്നെ നല്ല രസമാണ്. ഇപ്പോൾ പാണ്ഡ്യൻ സ്റ്റോഴ്സിലെടുത്ത് ചെന്ന് കയറി കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം തോന്നും. ഇപ്പോൾ എനിക്കൊക്കെ പെട്ടെന്നൊരു സന്തോഷം തോന്നും. നല്ല രസമുണ്ടല്ലോ, കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ തന്നെ ഞാനിവിടെയൊക്കെ കയറാറുണ്ട്. ഹെയർ അക്സസറീസ് അങ്ങനെ മേടിക്കാറില്ല. പിന്നെ ഇത് കുട്ടികൾക്കുള്ള ഹെയർ ബാൻഡ്സ് ആണ്. ഹെയർ ബാൻഡ്സ് ഒക്കെ ഒരുപാടായിരുന്നു കേട്ടോ, ഒത്തിരി ഉണ്ടായിരുന്നു ഹെയർ ബാൻഡ്സ് ഒക്കെ. ഈ കാണുന്ന കമ്മൽ കണ്ടോ, ഇതൊക്കെ 23 റുപ്പീസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്മലുകളാണ്. പിന്നെ അവിടെ 5 രൂപയുടെ കമ്മലൊക്കെ താഴെ കിടക്കുന്നത്, താഴെ വെച്ചിട്ടുള്ളതെല്ലാം. അവിടെ കുറേ ജുംക്ക, ഇങ്ങനെ ഹൂപ്സ് വരുന്നതൊക്കെ ആയിട്ടുള്ള ജുംക്കകളൊക്കെ അവിടെ കിടപ്പുണ്ട്. നമ്മൾ പണ്ട് കണ്ടിരുന്നത് മുതൽ ഇപ്പോഴത്തെ പുതിയ മോഡൽസ് വരെ ഉള്ളത് അവിടെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഞാനൊന്നും എടുത്തില്ല, പക്ഷെ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ പോയിട്ട് ഇതെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളതുണ്ടായിരുന്നു, ഒത്തിരി നല്ല ഭംഗിയുള്ള കമ്മലുകൾ അവിടെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഒത്തിരി. പിന്നെ ചാന്ദലിയാണ് ഭയങ്കര വെറൈറ്റി, ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചാന്ദലീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ചാന്ദലി നമ്മളിപ്പം ഇവിടെ നിന്ന് മേടിക്കാൻ നിൽക്കുവാണെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം. ഇത് ട്രഡീഷണൽ ജുംക്ക, ഇതിൽ ഇച്ചിരി റേറ്റ് ഉള്ള ജുംക്കയുണ്ട്, അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവും, കളറൊന്നും ചേഞ്ച് ആവില്ല എന്നാണ് അവർ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇത് 280 ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് 250ക്ക് ബിലോ ആയിട്ട് അവിടെ ഇല്ല. പിന്നെ ഒത്തിരി നോക്കിയാൽ ഒരു 250, 260 ആ റേഞ്ചിലൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും കാണാൻ നല്ല ഭംഗിയുള്ളതായിരുന്നു, ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇപ്പോൾ ട്രഡീഷണൽ വെയർ സെറ്റ് സാരി സെറ്റും ഉണ്ട്. പിന്നെ സിൽക്ക് സാരി, കാഞ്ചീപുരം സിൽക്കൊക്കെ ഉടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല കമ്മലുകളാണ് ഇതൊക്കെ. ചാന്ദലിയൊക്കെ എന്നാ ഭംഗിയായിരുന്നു. ഇത് ഇപ്പോഴത്തെ മോഡല് ജുംക്കി കണ്ടിട്ട് ഞാൻ എടുത്ത് നോക്കുന്നതാണ് കേട്ടോ.
ഇനി ഞാൻ എടുക്കുന്ന ആ ഗ്രീൻ കമ്മൽ കണ്ടോ, എന്നാ ഭംഗിയായിരുന്നു നോക്കൂ, നല്ല ഭംഗിയുണ്ട്. വൈറ്റ് സ്റ്റോൺസും ഗ്രീൻ സ്റ്റോൺസും 149 വൻ അഫോർഡബിൾ ആയിട്ടുള്ളതായിരുന്നു. പക്ഷെ ഞാൻ എടുത്തില്ല. പിന്നെ എനിക്ക് തോന്നി അത് പർച്ചേസ് ചെയ്യായിരുന്നു. അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടായിരുന്നു, ബ്ലാക്ക്, മറൂണ്, പേർപ്പിള്, ഗ്രീന്, പിന്നെ ഒരു യെല്ലോയിഷ് എന്തോ അങ്ങനെ എന്തോ ഒരു കളറും കൂടി ഉണ്ടായിരുന്നു, ഒരു മസ്റ്റാർഡ് യെല്ലോ അങ്ങനെ ഒരു ഷെയ്ഡും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളതായിരുന്നു, പക്ഷെ എടുത്തില്ല. ഇതിലുള്ളതെല്ലാം നല്ല ഭംഗിയുണ്ട്. ചാന്തുലി എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അധികം കമ്മൽ ഉപയോഗിക്കാത്തത് കൊണ്ട്, ഇങ്ങനത്തെ കമ്മൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ അധികം ഒന്നും പർച്ചേസ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ എനിവേ ഇതൊക്കെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഡെയിലി വെയർ, നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കമ്മല. അതിന് ക്വാളിറ്റി ഉള്ള കമ്മല, അതുകൊണ്ട് തന്നെ അതിനെല്ലാം റേറ്റ് ഉണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളകളുടെ ഒരു ലോകമാണ്. ഒരു വിസ്മയിപ്പിക്കുന്ന ലോകമാണ് വളകളുടെ. എല്ലാ തരം വളകളും അവിടെയുണ്ട്. ഗ്ലാസ് ബാംഗിൾസും പ്ലാസ്റ്റിക് ബാംഗിൾസും ഡിസൈനർ ബാംഗിൾസും പിന്നെ സിംഗിൾ പീസായിട്ട് ഉപയോഗിക്കുന്ന കുപ്പിവളകളും ഒത്തിരി ഡിസൈൻസ് ആണ്. വളകൾ കണ്ടിട്ട് ഞാനിങ്ങനെ ഓ മൈ ഗോഡ് വാട്ട്സ് ദിസ്, ലൈക്ക് അങ്ങനെ ആയിപ്പോയി. അത്ര ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ വളകൾ. പിന്നെ നമ്മൾ എന്ത് ഡ്രസ്സ് കൊണ്ട് കൊടുത്താലും അതിനെ പെർഫെക്റ്റ് മാച്ച് ചെയ്തവര് വള ഡിസൈൻ ചെയ്ത് തരും കേട്ടോ, വള സെറ്റ് ചെയ്ത് തരും. അത്രയ്ക്ക് കളക്ഷൻ ഉണ്ടായിരുന്നു വളകളുടെ. ഇതൊക്കെ 4 പീസിന്റെ ഡിസൈൻസ് ആണ്. ഇതെൻ്റെ കയ്യിൽ കുറച്ച് ഡിസൈൻസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇത് എടുത്തില്ല. എൻ്റെയിലും സിസ്റ്ററിൻ്റെ കയ്യിലും ഇതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അവിടെ പിന്നെ റെയർലി സീൻ ആയിട്ടുള്ള കളേഴ്സ് കിട്ടും കേട്ടോ. നമുക്കധികം കാണാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് കളേഴ്സിലുള്ള വളകൾ അവിടെ കിട്ടും. ഞാനിപ്പോൾ കേരളത്തിൽ, ഇപ്പോൾ എറണാകുളത്തു നിന്നാണെങ്കിലും ട്രിവാൻഡ്രത്തു നിന്നാണെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ കാണാത്ത കളേഴ്സ്, അത്ര പെർഫെക്റ്റ് മാച്ച് കിട്ടാത്തതൊക്കെ അവിടെ കിട്ടും. ഇപ്പോൾ ഈ കാണുന്ന റാക്കൊക്കെ പേസ്റ്റൽ ഷെയ്ഡ്സാണ്. പേസ്റ്റലും ബ്രൈറ്റ് കളേഴ്സും മിക്സ് ആണ്, ബട്ട് മോർ അവിടെ പേസ്റ്റലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. റാക്കുകളാണ്, നമുക്ക് റാക്ക് മൂവ് ചെയ്തിട്ട് നമ്മുടെ സൈസിലുള്ള വളകൾ എടുക്കാം. ഓരോ റാക്കും ഒരു സെറ്റ് ഓഫ് റാക്ക്, ഇപ്പോൾ 2-4, 2-6, 2-8 അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് റാക്കുകൾ വെച്ചിട്ടുള്ളത്. അവർ പറയും ഇപ്പോൾ 2-4ൻ്റെ സൈസ് ഇന്ന റാക്കാണ് എന്ന് പറയും. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഉള്ളത് പിന്നെ എല്ലാം മൂവ് ചെയ്തിട്ട് വളകൾ നമുക്ക് ആവശ്യമുള്ളത് നോക്കാം. ഇത് ഡിസൈനർ പീസാണേ. ഈ കാണുന്നതെല്ലാം ഡിസൈനർ പീസുകളാണ്. കാണാൻ നല്ല രസമുണ്ട്. പ്ലെയിൻ വളകൾ എടുത്തിട്ട് ഡിസൈനർ മാച്ച് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ ഇടാൻ പറ്റുന്നതാണ്. ഈ കാണുന്നത് കുട്ടികളുടെ വളകളാണ്. കൊച്ചു കുട്ടികൾ, പെൺകുട്ടികളുടെ വളകളാണ് ആ കാണുന്നത്. അതിലും പല ടൈപ്പായിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഗോൾഡൻ ഷെയ്ഡ് ഉള്ളത്, പ്ലാസ്റ്റിക് വളകൾ, കളേഴ്സ്, പ്ലെയിൻ വളകൾ, അങ്ങനെ പല ഡിഫറെൻ്റ് ആയിട്ട് ആണ് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത് എല്ലാം. ഇതും കുട്ടികളുടെ വളകളാണ്, നമ്മുടെ വലിയ ആൾക്കാരുടെ വളകളല്ല, കുട്ടികളുടെ തന്നെയാണ്. ഞാനത് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റഡ് ഗ്യാരണ്ടി വളകളാണ് അവിടെ ബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ വളകളുണ്ട്. ഇപ്പോൾ കിട്ടുന്ന എല്ലാ ടൈപ്പ് വളകളുടെ, ഗോൾഡ് വളകളുടെ റെപ്ലിക്ക അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട്. ഇത് പിന്നെ അഗെയിൻ കുപ്പിവളയുടെ സെക്ഷൻ തന്നെയാണ്. കുപ്പിവള അവർ അറേഞ്ച് ചെയ്തേക്കുന്ന പഴയ ഓൾഡ് മോഡല്, ന്യൂ ഡിസൈൻസ് അങ്ങനെയൊക്കെയാണ്.
ഇതെല്ലാം ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് ആണ്. ഓക്സിഡൈസ്ഡിൻ്റെ ഒരു വലിയ സെറ്റ് ഓഫ് കളക്ഷൻസ് തന്നെ അവിടെ ഉണ്ടായിരുന്നു, ഡിഫറെൻറ്റ് സ്റ്റൈൽസിലുള്ള വളകൾ. ഇത് ഗോൾഡ് പ്ലേറ്റഡ് സിംഗിൾ വളകളൊക്കെ ആയിട്ടിരിക്കുന്നത്. ഇതും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ എടുത്ത് നോക്കിയില്ല. ഈ താഴെ ഇരിക്കുന്നതെല്ലാം സെറ്റായിട്ടുള്ള വളകളാണ്. അത് ഒരു സെറ്റ് എനിക്ക് തോന്നുന്നു 25 റുപ്പീസോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ ആ വളകളൊക്കെ. ആൻഡ് ഇതൊക്കെ പണ്ട് അവൈലബിൾ ആയിരുന്ന സെറ്റ് ഓഫ് വളകളില്ലേ, ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന അങ്ങനത്തെ വളകളാണ്. ഈ കാണുന്നത് ചേര ചോള പാണ്ഡ്യ ഡൈനാസ്റ്റി സമയത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന മോഡൽ വളകളാണ്. അതിൻ്റെ ഒരു 4-5 ഷെയ്ഡേ ഉള്ളൂ കേട്ടോ. ആ കാണുന്ന അത്രയും ഷെയ്ഡുകൾ തന്നെ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ എല്ലാം ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഡിസൈൻസ് വളകൾ തന്നെയാണ്. അറേഞ്ച് ചെയ്ത് ബോക്സുകളാക്കി മാറ്റി മാറ്റി വെച്ചേക്കുന്നതേ ഉള്ളൂ. പിന്നെ ബോക്സിലാകുമ്പോഴത്തേനും വളകൾക്ക് കുറച്ച് റേറ്റ് ഉണ്ടേ. അല്ലാതിരിക്കുന്ന പോലെയല്ല, ഇതിന് കുറച്ച് റേറ്റ് അവർ പറയുന്നുണ്ട്. ഇത് നല്ല രസമുണ്ട്. AD സ്റ്റോൺസിൻ്റെ വളങ്ങളായിരുന്നു. നല്ല ഭംഗിയുണ്ട്. അതിനൊക്കെ ഒരു 300 എബോവ് റേറ്റ് ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു അതിന്. ഓക്കെ, ഇത് ഗോൾഡ് പ്ലേറ്റ് ആയിട്ടുള്ള സ്റ്റോൺസ് വരുന്നത്. ഇതും നല്ല ഭംഗിയുണ്ട്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഏത് വള എടുക്കുക നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പോകും, ഏതാ എടുക്കുക എന്നുള്ള കൺഫ്യൂഷൻസ് നമുക്ക് വരും. അത്രയ്ക്ക് കളക്ഷൻ ഉണ്ട് അവിടെ. ഈ കാണുന്നതൊക്കെ ഇപ്പോഴത്തെ ഹാൻഡ് ചെയിൻസ് ആണ്. ബീഡ്സിൽ വരുന്ന ഹാൻഡ് ചെയിൻസ് ആണ്. അത് 2 ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയുള്ളതുണ്ടായിരുന്നു. പിന്നെ ഇത് വെസ്റ്റേൺ വെയറിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ആയതുകൊണ്ട് അതെടുത്തിട്ടുള്ളതാണ്. ഈ കാണുന്നതൊക്കെ ലെയർ മാലകളാണ്. ലൈക്ക് നമ്മുടെ ബനാറസി സാരി, പൈത്താനി സിൽക്ക് അങ്ങനെയുള്ള സാരിയുടെ കൂടെ പെയർ ചെയ്യുന്ന മാലകളുണ്ടല്ലോ, നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് ആൾക്കാർ പെയർ ചെയ്യുന്ന മാലകൾ, അങ്ങനത്തെ മാലകൾ. അതിന് നല്ല വിലയുണ്ട് കേട്ടോ. ക്ലോസ് ടു 1000 റേഞ്ച് ഉണ്ടായിരുന്നേ. എല്ലാം 1000 എബോവ് ആണ്. ക്ലോസ് ടു 1000 ആയിട്ടുള്ള ഒരു 5-6 പീസ് അവിടെ ഉണ്ടായിരുന്നു. ഇത് അഗെയിൻ AD സ്റ്റോൺസിൻ്റെ വളകൾ അവർ പ്രീമിയം ക്വാളിറ്റി അതുകൊണ്ട് ബോക്സിലിട്ട് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ ബ്രേസ്ലെറ്റ്സ് ആണ്. ഇത് അഗെയിൻ റിങ്സ് ആണ് കേട്ടോ, മോതിരങ്ങൾ. ഒരുപാട് മോതിരങ്ങൾ ഉണ്ടായിരുന്നു. ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോൺസ് ഉള്ളതും സ്റ്റോൺസ് ഇല്ലാത്തതും പ്ലെയിനും സിൽവറും അങ്ങനെ നല്ല ഭംഗിയുള്ള ഒത്തിരി മോതിരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിന് ഞാൻ ആ ഷോപ്പിൻ്റെ താഴത്തെ ഫ്ലോറിലേക്ക് ഇറങ്ങിയതാണ്. അതൊരു ഹോള് പോലെ ഒരു റൂം മാത്രം താഴേട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഫുൾ ബാഗ്സും സാൻഡൽസും ഹീൽസും വെഡ്ജസ് അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു. സ്ലിംഗ് ബാഗ്സും ടോട്ട് ബാഗും ഹോബോ ബാഗ് അങ്ങനത്തെ എല്ലാ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബാഗ്സ്, ബാക്ക് പാക്ക് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ഹോള്.
ഇത് പാണ്ഡ്യൻ സ്റ്റോഴ്സിൻ്റെ തന്നെ വേറൊരു ഔട്ട്ലെറ്റ് ആണ്. ആ രംഗനാഥൻ സ്ട്രീറ്റിൽ തന്നെ 2 ജ്വല്ലറീസ് ഉണ്ട് പാണ്ഡ്യൻ സ്റ്റോഴ്സിൻ്റെ. ഈ സ്റ്റോറിലാണ് ഞങ്ങൾ സ്ഥിരം പോകുന്നത്. ഇവിടെ ഈ ചോക്കറും ജ്വല്ലറി നെക്ലസും ഹാരവും ഒക്കെ നേരത്തെ കണ്ട ഷോപ്പിനേലും നല്ല റേറ്റ് കുറവാണ്. നല്ല ഡിഫറൻസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഈ കാണുന്ന എല്ലാം ഒരു 500-നകത്ത് വരുന്നതാണ്. പിന്നെ വളകളുടെ അത്ര വെറൈറ്റി ഇവിടെ ഇല്ല. അപ്സ്റ്റെയർ ചെന്നാൽ കുറച്ച് കുപ്പി വളകളുണ്ട്, പിന്നെ താഴെ കുറച്ച് വളകൾ വെച്ചിട്ടുണ്ട്, അങ്ങനെയുള്ളൂ. പക്ഷേ ഇതും ഒരു വലിയ ഷോപ്പ് തന്നെയാണ്. ചില സാധനങ്ങൾ ആ പുതിയ ഷോപ്പിലാണ് റേറ്റ് കുറവ്, ചിലതിന് ഇവിടെയാണ് റേറ്റ് കുറവ്. അങ്ങനെ ഡിഫറൻസ് എനിക്ക് തോന്നി. പിന്നെ ഇത് സ്ഥിരം ഷോപ്പായതുകൊണ്ട് ഞാൻ ഇവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് റേറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ കാണുന്ന പൊട്ടിൻ്റെ സെക്ഷനാണ്. ഇവിടെ നിന്ന് ഞാൻ ഒത്തിരി പൊട്ട് മേടിച്ചു. ഞാൻ എന്നും പൊട്ട് വയ്ക്കുന്ന ആളാണ്. അപ്പോൾ അത് 2 രൂപ 3 രൂപയിലൊക്കെ പൊട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നല്ല ഭംഗിയുള്ള പൊട്ടുകൾ കിട്ടും. പ്ലെയിൻ പൊട്ടുകളൊക്കെ നല്ല രസമാണ് കാണാൻ. അങ്ങനെ കുറച്ച് പൊട്ടുകളൊക്കെ മേടിച്ചു. ഷോപ്പിംഗ് എല്ലാം അവസാനിച്ചിട്ട് ഞാൻ എഗെയിൻ ട്രെയിൻ കയറി തിരികെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇപ്പോൾ ട്രെയിൻ ഇറങ്ങി, പുത്തരി സ്റ്റേഷൻ ഇറങ്ങി. അവിടെ നിന്നൊരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം.